ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സെം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് സെക്ഷനിൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 sentences ആണ്. അപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സീലിംഗ് 25 മാർക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കബീർ ने निर्गुण ईश्वर की तुलना किससे की है? അപ്പോൾ കബീർ ദാസ് നിർഗുൺ ഈശ്വരനെ കമ്പയർ ചെയ്യുന്നത് എന്തിനായിട്ടാണ്? അപ്പം ആ മൂന്നാമത്തെ ദോഹയിൽ പറയുന്നത് ജാക്കെ മൂ മാഥ നഹി നാഹി രൂപ് കുരൂപ് പുഹുബുബാസ് സേ ബി പാത്ര ऐसा തത്വ അനൂപ്. അപ്പോൾ ഇത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതണം? കബീർ ദാസ് कहते हैं कि निर्गुण ईश्वर का कोई मुंह माथा नहीं होता, ना ही कोई रूप तदा कुरूप होता है. उन्होंने निर्गुण ईश्वर की तुलना पुष्प गंध से किया है. यानी कि कबीरदास कहते हैं कि ईश्वर पुष्प के गंध से भी पतला है, ऐसा अनूप तत्व है ईश्वर. അപ്പോൾ ഇത് ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്നില്ല, 2-3 സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരു ടൈമിൻ്റെ പ്രോബ്ലം കൊണ്ട് അത് ടൈപ്പ് ചെയ്ത് തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു ഡിസ്കഷൻ പോലെ ജസ്റ്റ് ആൻസർ ചെയ്യാനുള്ള ഒരു രീതി എങ്ങനെയാണ് പറയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് വൺ, യശോധര കോൺ ഹെ ഉസ്നെ അപ്നി സഖി സെ ക്യാ ഇച്ഛ വ്യക്ത് की है. അപ്പം യശോധര ആരാണ്? യശോധര എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധന്റെ അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ പത്നിയാണ് അല്ലെ. പിന്നെ ഉസ്നെ അപ്നി സഖി സെ ക്യാ ഇച്ഛ വ്യക്ത് കി ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? യശോധര സിദ്ധാർത്ഥ് അഥവാ ഗൗതം ബുദ്ധ की पत्नी है. यशोधरा अपनी सखी से कहती है कि सिद्धार्थ को कहीं भी जाना हो, सत्य की खोज पर जाना भी हो तो उससे कहकर जाना चाहिए था. സിദ്ധാർത്ഥ് പോയതിലല്ല യശോധരയ്ക്കുള്ള വിഷമം, പറയാതെ പോയതിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും എല്ലാത്തിനും ഒപ്പം കൂടെ നിന്നിട്ടുള്ള ഒരു പത്നിയാണ് യശോദ. യുദ്ധത്തിന് പോകുമ്പോൾ പോലും കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടാവുക മീൻസ് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇങ്ങനെ പറയാതെ പോയതിലാണ് യശോധരയ്ക്ക് വിഷമമുള്ളത്. थर्ड वन, निराला की पहली कविता कौन सी है? निराला की 2 കൃതിയാ लिखिए. അപ്പൊ നിരാലയുടെ ഫസ്റ്റ് കവിത എന്ന് പറയുന്നത് ജൂഹി കി കലിയാണ്. 2 കൃതി, വേറെ ഏതെങ്കിലും 2 കൃതി നമ്മൾ എഴുതണം. അതില് അനാമിക, പരിമൽ, ഗീതിക, തുളസിദാസ്, നയേ പത്തെ, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ ഇതിൽ 2 ചോദിച്ചിട്ടുള്ളത്. ഞാൻ മുൻപും ആ പോംസ് എടുക്കുന്ന സമയത്തും പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് 2 കൃതിയുടെ പേരെങ്കിലും പഠിച്ചിരിക്കണം എന്ന്. ദെൻ ഫോർത്ത് വൺ, ജാഗോ ഫിർ ഏക് ബാർ മേ കവി ने किसे और क्यों जगाया है? जागो फिर एक बार कविता में कवि ने भारतवासियों में सोए हुए देश प्रेम को जगाया है. അങ്ങനെ പറയാം. കാരണം അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ജനങ്ങളിലെ ആ ഒരു പാട്രിയോട്ടിക് ആയിട്ടുള്ള വികാരം ഉണർത്താൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള കവിതയാണ്. അപ്പം ആരില് എന്ത് ഉണർത്തിന്നാണ്, അതിനാണ് 2 മാർക്സ് വരുന്നത്. അപ്പം ഭാരതവാസികളില് ദേശപ്രേമ ഉണർത്തിന്ന് എഴുതിയാൽ മതി. फिफ्थ क्वेश्चन, आज्ञे का पूरा नाम लिखिए. आज्ञे को किन किन पुरस्कारों से सम्मानित किया गया है? ആഗ്യയുടെ പൂരാ നാം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ ആഗ്യ എന്നാണ്. ആഗ്യയുടെ പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാൻപീഠ് പുരസ്കാരമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതല്ലാതെ വിദ്യാവാരിധി, വിദ്യാവാചസ്പതി അങ്ങനെ പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് സ്വർണമാൽ പുരസ്കാർ, അങ്ങനെ കുറച്ചധികം പുരസ്കാറിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ബൈ ചാൻസ് ഈ എക്സാമിന് നിങ്ങൾക്ക് ഇതേ ഒരു റൈറ്ററിനെ കുറിച്ച് ചോദിക്കണം എന്നില്ലല്ലോ. അപ്പം വേറെ ഏതെങ്കിലും ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീലിംഗ് അല്ലെങ്കിൽ ചോയ്സസ് ഉള്ളതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അഗ്യയുടെ പേര് മാത്രം എഴുതിയാലും 1 മാർക്ക് കിട്ടുമല്ലോ. അപ്പം അത് പ്രശ്നമുള്ള കാര്യമല്ല. ബൈ ചാൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും
പോയറ്റിനെ കുറിച്ച് ചോദിച്ചാലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. എല്ലാ പോയറ്റ്സിന്റെയും കുറച്ച് കൃതികളും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അരുൺ കമൽ കെ ദോ കാവ്യ സംഗ്രഹോ കാ നാം ലിഖിയെ. അരുൺ കമൽ എന്ന് പറയുന്നത് പുത്ലി മേ സൻസാറിന്റെ പോയറ്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 2 കാവ്യ സംഗ്രഹങ്ങളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്നി കേവൽ ധാർ, സബൂത്ത്, നയേ ഇലാക്കെ മേ, പുത്ലി മേ സൻസാർ, മേ വോ ശംഖ് മഹാശംഖ്. ഇങ്ങനെ 4-5 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള 2 പഠിച്ചു വെക്കുക. सूरदास रचित सूरसागर का आधार ग्रंथ कौन सा है? सूरदास किस रस के विशेषज्ञ माने जाते हैं? सूरदास किस रस के विशेषज्ञ माने जाते हैं എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൂർദാസ് വാത്സല്യ രസിന്റെ വിശേഷജ്ഞയാണെന്നാണ് പറയുന്നത്. പിന്നെ സൂർസാഗറിന്റെ ആധാർ ഗ്രന്ഥ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. सूरदास रचित सूरसागर का आधार ग्रंथ कौन सा है എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് सूरसागर ब्रज भाषा में महाकवि सूरदास द्वारा रचे गए कीर्तनों पदों का एक सुंदर संकलन है जो शब्दार्थ की दृष्टि से उपयुक्त और उदाहरणीय है. ഇതുണ്ടല്ലോ, ആക്ച്വലി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സൂർദാസ് രചിച്ചിട്ടുള്ള സൂർസാഗർ ഏതൊരു ഗ്രന്ഥത്തിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുക? സൂർസാഗറിനെ കുറിച്ച് എന്താണ് അറിയുന്നത് എന്നുള്ള വെച്ചെങ്കിൽ അത് എഴുതുക. അപ്പൊ സൂർസാഗർ എന്താണ്? സൂർദാസ് ബ്രജ് ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് കീർത്തനങ്ങളുടെ ഒരു കമ്പൈലേഷൻ ആണ്. അപ്പൊ അത് അങ്ങനെ എഴുതി അവസാനിപ്പിക്കാനാണ് പറ്റുള്ളൂ. പിന്നെ 8th one, तुलसीदास के गुरु कौन थे? तुलसीदास रचित लोकप्रिय ग्रंथ का नाम लिखिए. തുളസീദാസ് രചിച്ചിട്ടുള്ള ലോകപ്രിയ ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? രാംചരിത് മാനസ് ആണ്. തുളസീദാസിന്റെ ഗുരുവിന്റെ പേര് ബാബ നർഹരി എന്നാണ് കേട്ടോ. അതാണ് പറയുന്നത്. ഈ ഒരു സെക്ഷനിലെ ഫുൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ റൈറ്റേഴ്സിന്റെ പ്രൊഫൈലിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മാർക്ക് ചെയ്ത് ഇടണം. നഗർ മേ അസംഖ്യ രക്ഷകോ കോ ദേഖ് കർ ഹനുമാൻ നെ ക്യാ നിശ്ചയ് കിയ. അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ദോഹയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലങ്കയിൽ പോയിട്ട് ഒരുപാട് ഭടന്മാരെ കണ്ടപ്പോൾ ഹനുമാൻ എന്താണ് തീരുമാനിച്ചത്? नगर के बहुसंख्य रखवालों को देखकर हनुमान ने मन में विचार किया कि अत्यंत छोटा रूप धरूं और रात के समय नगर में प्रवेश करूं. ഇത് കറക്റ്റായിട്ട് ആ 3rd ദോഹയുടെ ലാസ്റ്റ് സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട്. 10th क्वेश्चन, गोपी की शिकायत का कृष्ण ने यशोदा को क्या जवाब दिया? അപ്പൊ ഗോപി കൃഷ്ണനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തത് എന്തായിരുന്നു? കൃഷ്ണനും കൂട്ടുകാരും കൂടി വന്നിട്ട് എല്ലാ വെണ്ണയും കട്ട് തിന്നാണെന്നാണ് പറഞ്ഞത് ഗോപിക. അപ്പോ കൃഷ്ണൻ എന്താണ് റിപ്ലൈ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണന്റെ റിപ്ലൈ എന്തായിരുന്നു? കൃഷ്ണനെ കഹാ കി ഗോപി ने उसे अपने घर पर बुलाया, दही में पड़ी सारी चींटियां उससे निकलवाया और वह आराम से अपने पति के साथ जाकर सो गई എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. 11th क्वेश्चन, कबीर भक्ति काल के किस धारा के कवि है? कबीर की भाषा कौन सी है? കബീർദാസ് നിർഗുൺ ജ്ഞാനാശ്രയി ഭക്തിധാരയിലെ അല്ലെങ്കിൽ സന്ത് കാവ്യധാരയിലെ പ്രതിനിധി കവിയായിരുന്നു. പിന്നെ അദ്ദേഹം കവിത രചിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് സദുക്കടിയാണ്. 12th क्वेश्चन, मानव जैसे दुर्लभ जीवन मिलने पर भी यह जन्म व्यर्थ हो गया, सूरदास ऐसा क्यों कहते हैं? അത് എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഒരു ജീവിതം ലഭിച്ചിട്ടും ഈ ഒരു ജന്മം വ്യർത്ഥമായി എന്ന് സൂർദാസ് പറയുന്നത്? കാരണം എന്താന്ന് വെച്ചാൽ മനുഷ്യരായിട്ട് നമ്മൾ ഈശ്വരന്റെ നാമം ജപിക്കുകയോ അല്ലെങ്കിൽ ഭഗവത്ഗീത ഓർക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. भगवान का नाम नहीं लिया, कुत्तों और सुअरों की भांति केवल पेट भरते रहे, कानों से श्रीमद् भगवद गीता की कथा नहीं सुनी, गुरु की कृपा प्राप्त कर गोविंद को पहचाना नहीं, हृदय में भावना एवं भक्ति कुछ भी उत्पन्न नहीं हुई, केवल विषय चिंतन में ही लगे रहे. അതുകൊണ്ടാണ് इसलिए सूरदास कहते हैं कि
नर का जन्म पाकर भी इस जन्म को तुमने व्यर्थ कर लिया. പിന്നെ 13th क्वेश्चन പറയുന്നത് हम भी साझेदार थे कविता के कवि का नाम बताकर कविता का കേന്ദ്രീയ ഭാവ് കോ സ്പഷ്ട് കീജിയെ. അപ്പം ഹംബി സാജേദാർ ഥേ എന്ന് പറഞ്ഞ കവിത എഴുതിയത് ആരാണ്? നാഗാർജുനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എഴുതുക. പിന്നെ കേന്ദ്രീയ ഭാവ് എന്ന് പറയുന്നത് നാഗാർജുൻ की यह कविता वर्तमान समय के प्रजातंत्र पर गहरी चोट करती है. അങ്ങനെ പറഞ്ഞാലും മതി, അത് എഴുതിയാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകും ആൻസർ. കാരണം ഓൾറെഡി 1 മാർക്ക് എന്ന് പറയുന്നത് ഓഥറിന്റെ പേര്, പോയറ്റിന്റെ പേര് എഴുതുന്നതിനാണല്ലോ. അപ്പം ഒരു സെന്റൻസിൽ എഴുതി അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. പ്രജാതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്രസി. ഈ ഡെമോക്രസിയിലെ അത് പ്രസന്റ് ഇപ്പോഴത്തെ ഡെമോക്രസിയെ ചോദ്യം ചെയ്യുന്ന ഒരു പോയമാണ് ഹംബി സാജേദാർ थे എന്ന് പറയുന്നത്. 14th क्वेश्चन पेड़ की सराहना कवि कैसे करता है, पेड़ इसका श्रेय कैसे देता है. അപ്പം मैंने कहा പേടിനെ പ്രശംസിക്കുന്നത് കവി എങ്ങനെയാണ് പ്രശംസിക്കുന്നത്, അതിനെ പേട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കവി पेड़ की प्रशंसा करता है. कवि कहते हैं कि पेड़ तुम इतने सालों से आंधी पानी और मौसमों के बदलाव में इतने सख्त होके सर उठा के खड़े रहे हो, संतुलित होके खड़े रहे हो. और पेड़ इसके जवाब में कहता है कि इन सब का श्रेय मेरा नहीं है, सबका श्रेय जाता है मेरे जड़ों तले दबी इस मिट्टी का है जिसमें मेरी जड़े समाई है. അങ്ങനെ എഴുതിയാലും മതി. കാരണം എന്താ വെച്ചാൽ 2 മാർക്സ് അല്ലേ ഉള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ പോയമിൽ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതെന്ന് വെച്ചിട്ട് പോയം ബൈ ഹാർട്ട് പഠിക്കുക എന്നല്ല, അത് വായിക്കുക, അതിലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നിങ്ങളുടേതായ സെന്റൻസസിൽ അത് മാറ്റി എഴുതാണ് വേണ്ടത്. 15th क्वेश्चन कबीर के अनुसार प्रेम प्राप्त करने की क्या शर्त है. കബീറിന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് സ്നേഹം നേടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ദോഹ ഉണ്ടല്ലോ, പ്രേം ന ബാഡി ഉപജയ് പ്രേം ന ഹാർട്ട് ബിക്കായ് രാജ പെർജ ജിൻഹി രചയ് സീസ് ദേയി ലേ ജായ് എന്നാണ്. അപ്പൊ ആ ലാസ്റ്റ് ദോഹയുടെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടില്ലേ? പ്രേം ना तो किसी खेत अथवा क्यारी में उगता है और ना ही किसी बाजार में बिकता है, यह तो वो खजाना है जो यदि किसी के मन को भा गया तो भले ही वह व्यक्ति राजा हो या प्रजा, वो अपने प्राणों के मोल पर भी इसे प्राप्त करने को तत्पर रहता है. അതാണ് അവിടെ എഴുതേണ്ട ആൻസർ. ഇപ്പോൾ ഇതിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാം, എല്ലാത്തിനും മാർക്ക് കിട്ടും. പക്ഷെ മാക്സിമം 25 കിട്ടുള്ളൂ എന്നാണല്ലോ. അപ്പോൾ ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പം ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാത്തിലും തന്നെ 2 സെക്ഷൻ ഉണ്ട്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ മാത്രമേ ആൻസർ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും ഓരോന്നേ അറിയുള്ളൂ, അല്ലെങ്കിൽ ചിലതിൽ മാത്രമേ 2 അറിയുള്ളൂ എന്നുണ്ടെങ്കിലും എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയാൻ ഓപ്ഷൻ ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലുണ്ടല്ലോ. അപ്പോൾ മാക്സിമം 15 എണ്ണവും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്സ് ആണുള്ളത്. ഒരു പാരഗ്രാഫിൽ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 35 മാർക്സ് ആണ് സീലിംഗ്. പക്ഷേ 35 മാർക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ 7 ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 8 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യശോധര की पीड़ा का वर्णन कीजिए. അപ്പോൾ യശോധരയുടെ പീഡ, വേദനയുടെ വർണ്ണനയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ പോയത്തിന്റെ കോണ്ടന്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് സ്റ്റാർട്ടിങ്ങിൽ എന്താ എഴുതണം? ഈ യശോധര എന്ന് പറയുന്ന ക്യാരക്ടർ സഖി വേ മുജ്സെ കെഹക്കർ ജാത്തെ എന്ന് പറഞ്ഞ മൈഥിലി ശരൺ ഗുപ്ത എഴുതിയിട്ടുള്ള പോയത്തിലെ ക്യാരക്ടറാണെന്ന് എഴുതണം. അപ്പം സഖി വേ മുജ്സെ കെഹക്കർ ജാത്തെ നാമക് കവിത ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ജി ദ്വാര രചിത് ഹെ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും 2 കൃതിയുടെ പേരും കൂടിയും എഴുതി വെക്കുക. രംഗ് മേ ഭംഗ്,
ജയദ്രഥ്, പഞ്ചവട്ടി, സാകേത് ഇതേതെങ്കിലും എഴുതുക. ആദ്യം ഉൻകി പ്രമുഖ രചനായേ ഹെ. അതിനുശേഷം കാവ്യസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ നിങ്ങളുടെ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഈ പോയം വായിച്ചിട്ടുള്ള ഐഡിയ വെച്ചിട്ട് എഴുതാം. യശോധര अपनी सखी से शिकायत करती है कि सिद्धि हेतु स्वामी गए, वह गौरव की बात है, पर चोरी चोरी गए, यही तकलीफ है. फिर यशोधरा पूछती है कि अगर वे मुझसे कहकर जाते तो क्या मैं उनकी पद पर बाधा बनकर खड़ी रहती. ഞാൻ അദ്ദേഹത്തിന് തടസ്സമാകുമായിരുന്നു. मुझको उन्होंने बहुत माना है, पर पूरा पहचानने से वे चूक गए. मेरी बस यही शिकायत है कि वे मुझसे कहकर जाते. युद्ध में जब वो प्राणों के पण में जाते हैं तो मैं ही उन्हें सुसज्जित करके भेज देती थी. छात्र धर्म के नाते मैं वो करती थी. फिर भी वे मुझसे बिना कहे चले गए. അപ്പോൾ ഇത് മേ വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുള്ള് മേ മുദ്സെ എന്ന് വെച്ചിട്ട് എഴുതണം. അല്ലെങ്കിൽ യശോധര എന്നുള്ള പേര് വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉസ്സേന്ന് വെച്ചിട്ട് വേണം എഴുതാൻ. അതായത് ഇപ്പം യശോധര കഹത്തി ഹെ കി മേ യെ സബ് കർത്തി ഥി അങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ മുദ്സേ തന്നെ വെക്കണം. യശോധര കഹത്തി ഥി കി വേ അല്ലെങ്കിൽ വഹ സിദ്ധാർത്ഥ് കോ സുസജ്ജിത് കർക്കെ ബേജ്തി ഥി എന്നൊക്കെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉസ് വെച്ചിട്ട് എഴുതണം എന്ന്. അല്ലാണ്ട് കുറെ പോർഷൻസ് മേ വെച്ചിട്ടും കുറെ പോർഷൻസ് ഉസ് വെച്ചിട്ടൊന്നും എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് पता नहीं क्यों उन पर अब विफल गर्व है जागा. उन्होंने ही मुझे अपनाया था, अब उन्होंने ही मुझे त्यागा. मेरे नयन उन्हें निष्ठुर कहते हैं, पर इनसे जो आंसू बहते हैं वे ऐसे कह नहीं पाते. इन सब के बावजूद അല്ലെങ്കിൽ इन सब के अतिरिक्त मैं यह भी चाहती हूँ कि जिस सिद्धि या जिस सत्य की खोज पर वे निकल पड़े हैं वह उन्हें प्राप्त हो. पता नहीं वे चले गए अब लौट आएंगे भी या नहीं. कुछ अपूर्व अनुपम लाएंगे भी या नहीं. यह सब मैं नहीं जानती, मगर बस यही एक शिकायत है कि वे मुझसे कहकर जाते. അപ്പോൾ ഈ ഒരു പോയം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യശോധരയ്ക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് യശോധരയെ വിട്ട് സത്യം അന്വേഷിച്ച് പോയതിലല്ല, എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം തനിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ യശോധരയോട് പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? യശോധരയെ പൂർണ്ണമായി മനസ്സിലാക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ യശോധര വഴിയിൽ തടസ്സമായി നിൽക്കുന്നു കരുതിയിട്ടാണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് യശോധരയുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ്. ഇത് തന്നെയാണ് ആ പോയത്തിൽ എന്തൊക്കെയാണോ യശോധര ഷിക്കായത്തായിട്ട് സഖിയോട് പറയുന്നത് പോലെ എഴുതിയിട്ടുള്ളത്, ആ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എല്ലാ സ്റ്റാൻസയിലും എന്താണ് പറയുന്നത് എന്ന് ജസ്റ്റ് നോക്കി വെക്കുക. 17th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുത്ലി മേ സെൻസാർ കവിത മേ അബ് സംസ്കൃതി കാ വർണ്ണൻ ഹെ സിദ്ധ് കീജിയെ. അപ്പം അബ് കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു വർണ്ണനാണ് പുത്ലി മേ സെൻസാറിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഇതിലിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുത്ലി മേ സെൻസാർ എന്നുള്ള കവിതയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പുത്ലി മേ സെൻസാറിന്റെ കാവ്യസാറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുത്ലി മേ സെൻസാർ അരുൺ കമലിന്റെ കവിതയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും 2 കൃതികളുടെ പേര് എഴുതുക. അതിനുശേഷം ഈ കാവ്യസാർ എഴുതുക. കാവ്യസാർ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി വെക്കുക, പുത്ലി മേ സെൻസാർ കവിതാമേ അബ് സംസ്കൃതി കാ വർണ്ണൻ ഹെ. അല്ലാതെ അബ് കൾച്ചറിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്കായിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ കാവ്യസാറിൽ ഈ പോയത്തിൽ പറയുന്ന എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ കാര്യങ്ങളൊക്കെ അബ് കൾച്ചറിന് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ചേർത്താൽ മതിയാവും. പിന്നെ 5 മാർക്സ് അല്ലേ ഉള്ളൂ, ഒരു പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമുള്ളൂ. 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കനു കാ ചരിത്ര ചിത്രം കീജി. അപ്പൊ കനു എന്ന് പറയുന്നത് ആരാണ്? കൃഷ്ണനാണ്. കൃഷ്ണന്റെ ചരിത്ര ചിത്രം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള കൃഷ്ണന്റെ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത് അല്ലെ. അപ്പം കനു സാവരയാണ് എന്നുള്ള കാര്യം എഴുതാം. പിന്നെ കനുവിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ കനുവിന്റെ പ്രേമിന്റെ വിശേഷതകൾ എഴുതുക. അതായത്
राधा ने यमुना के घाट से लौटते वक्त कदम्ब के नीचे कनु को खड़े देखा। एक अज्ञात वन देवता की भांति दिख रहा था कनु। जब राधा ने प्रणाम किया तो कनु अडिग वीतराग निर्लिप्त खड़े रहे। तो राधा को लगा कि कनु को उसके प्रणाम में कोई रुचि नहीं है, मगर फिर जाके राधा को पता चला कि कनु की इच्छा यही थी कि राधा के प्रणाम को, केवल राधा के प्रणाम को नहीं, രാധാ को പൂർണ്ണതഃ കനു പാന ചാത്താ था. അപ്പൊ അതെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സെക്ഷനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് എഴുതിയത്. പിന്നെ കനുവിന്റെ പ്രേമം വിചിത്രമാണെന്ന് രാധ പറയുന്നുണ്ട്. കനു ജിസെ रिताना चाहता है उसी को संपूर्ण बनाकर छोड़ देता है. അങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. कनु राधा का नाम अपनी वंशी में भरकर उसे बुलाता है. शाम तक राधा की प्रतीक्षा करता है. जब राधा जाना नहीं चाहती तो कनु का वेणुवादन सुनकर राधा दौड़ के कनु के पास पहुंच जाती है. और जब राधा घर वापस नहीं आना चाहती तो कनु उसे संपूर्ण बनाकर घर वापस बेच देता है. कनु को राधा के पैरों में महावर रचना बहुत पसंद है. यह वही कनु है जिसने इंद्र को ललकारा था, गांव को प्रलय से बचाया था. मगर यही कनु है जो एक छोने की भांति राधा के वक्ष में अपना सिर छुपाकर उसके साथ साथ चलता है. कनु का प्रेम विचित्र है. कनु राधा की प्रतीक्षा शाम तक करता रहता है और थक कर लौट जाने पर राधा की मांग आम्र मंजरियों से भर देता है. कनु राधा को उद्धाम क्रीड़ा के बाद, सृष्टि के बाद नींद से जगाता है, फिर से वही क्रीड़ा दोहराने के लिए, और अनेक बार यही होता रहता है. कनु राधा के लिए रक्षक है, सहोदर है. राधा के लिए कनु ही सब कुछ है. मगर कभी कभी कनु राधा को सहेलियों के सामने छिड़ा देता है. कभी कभी राधा को लगता है कि कनु के लिए राधा केवल एक सेतु मात्र थी, इतिहास रचने के लिए जिस सेतु का कृष्ण ने सहारा लिया था. कृष्ण बहुत ज्ञानी है, मगर कृष्ण का सब कुछ राधा है. महाभारत युद्ध के बाद जब कृष्ण थक हार कर लौट आता है तो राधा का ही स्मरण करता है, राधा के पास आना चाहता है. അപ്പൊ ഇത്രയും എഴുതിയാൽ മതിയാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കനുപ്രിയ എന്നുള്ള ടെക്സ്റ്റ് പഠിക്കുമ്പം ഇപ്പം അതിന്റെ ഓരോ സെക്ഷൻസിന്റെ സമ്മറി മാത്രം അങ്ങനെ പഠിച്ചു വെച്ചിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇത് നോക്കൂ, ഇതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ആദ്യത്തെ സെക്ഷനിലത്തെയാണ്. അങ്ങനെ ഫുൾ എല്ലാ സെക്ഷനിൽ നിന്നും പോയിന്റ്സ് എടുത്തിട്ട് എഴുതേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എല്ലാ ഭാഗത്തിനെ കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കണം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം, അതിന്റെ സമ്മറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 19th ക്വസ്റ്റ്യൻ. ഇതിൽ ചിലപ്പം ഞാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ 18th क्वेश्चन. 19th क्वेश्चन, मैंने कहा पेड़ कविता में चित्रित समस्याएं क्या क्या है. പോംസിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം കവിയുടെ പേര്, ഇന്ന കവിത ഇന്നൊരു പോയറ്റ് എഴുതിയതാണ് എന്ന് പറയുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ 2 or 3 കൃതികളുടെ പേര് എഴുതുക. അത് ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അതിനുശേഷമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഈ മേനെ കഹാ പേട് ആരെഴുതിയതാണ്? അഗ്ഗി എഴുതിയതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാവ്യസാർ എഴുതുക എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ പുത്ലി മേ സെൻസാറിൽ അവരൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റേറ്റ്മെന്റ് എഴുതണം. അതർവൈസ് ഈ മേനെ കഹാ പേടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കാവ്യസാർ എഴുതി അവസാനിപ്പിച്ചാൽ മതി. 20th ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഡയറക്ട്ലി ടെക്സ്റ്റിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. 20th ക്വസ്റ്റ്യൻ, കനുപ്രിയ മേ അഭിവ്യക്ത യുഗ്ബോധ് കാ പരിചയ ദീജിയെ. അപ്പോൾ യുഗ്ബോധ് എന്ന് പറഞ്ഞാൽ ഒരു യുഗത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അപ്പോഴുണ്ടായിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത് അറ്റംപ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഈ ഒരു കവിതയില്, അതായത് കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയത്തെ കുറിച്ചിട്ടും അതുകൂടാതെ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫുള്ളി നിങ്ങൾ
ഓവറോൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ആ യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണൻ പറയുന്ന സ്വധർമ്മ, ദായിത്വ, നിർണയ്, അങ്ങനത്തെ കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ കൃഷ്ണൻ അന്ന് എടുക്കേണ്ടി വന്ന ഒരു ഡിസിഷന്റെ ഇമ്പോർട്ടൻസ്, മേരെ സിർഹാനി ജോ ഹേ വോ അധർമ്മ ഓർ മേരെ പേത്താനി ജോ ഹേ വോ സ്വധർമ്മ എന്ന് പറയേണ്ടി വന്നത്. പിന്നെ ലാസ്റ്റ് ഈ യുദ്ധമൊക്കെ ഉണ്ടായി, കൃഷ്ണൻ ഉണ്ടായിരുന്ന പക്ഷം വിജയിച്ചു, എന്നിട്ടും എന്താണ് കൃഷ്ണന് ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിജയിച്ചു എന്നുള്ളൊരു ബോധം തോന്നുന്നില്ല, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഇല്ല. അപ്പോൾ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വ്യർത്ഥമാണ് എന്നുള്ള ഒരു ഐഡിയയും കൂടി ഇവിടെ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇങ്ങനെ എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. 21st ക്വസ്റ്റ്യൻ, സുഖിയ സബ് സൻസാർ ഹെ ഖാവേ അരു സോവേ, ദുഖിയ ദാസ് കബീർ ഹെ ജാഗെ അരു സോവേ, വ്യാഖ്യ കീജിയെ. അപ്പം ഇത് ഈ ഒരു കബീർദാസിന്റെ ദോഹയില് ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ദോഹയുടെ താഴെ തന്നെ ഇത് പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. 22nd ക്വസ്റ്റ്യൻ, राम काजू सबु करिहु तुम बल बुद्धि निधान, आशीष देह गई सो हर्षी चलेऊ ഹനുമാൻ, വ്യാഖ്യ കീജിയെ. അപ്പൊ ഇതും ആ ഒരു ദോഹ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. പിന്നെ ജായേ സിദ്ധി പാവേ വേ സുഖ സേ, ദുഖി ന ഹോ ഇസ് ജൻ കെ ദുഃഖ സേ, उपालंब दू मैं किस मुख से, आज अधिक वे भाते, सखी वे मुझसे कहकर जाते. അപ്പം ഇത് സഖി വേ മുझसे कहकर जाते എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റും പോയിന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. എന്നിട്ട് യശോധര कहती है कि सिद्धार्थ जिस सत्य की, जिस सिद्धि की खोज पर निकल पड़े हैं, वह सुख उन्हें मिल जाए. इस जन का दुख या मेरा दुख उनको इस कार्य से पीछे न हटाएं. मैं उनको उबालम कैसे दूंगी वह मुझे पता नहीं है. आज वे अधिक भाते हैं मुझे, फिर भी इस बात से बुरा लगता है कि उस दिन वह मुझसे कहे बिना क्यों चले गए. उनको मुझसे कहकर जाना चाहिए था. അതന്നെ ഈ ഇവിടെ തന്നിട്ടുള്ള ലൈൻസിനെ തന്നെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതുക, അത്രേ വേണ്ടൂ. പിന്നെ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ്, അതായത് ഈ 21st 22nd ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് അധികം ടൈം എടുക്കില്ല, കാരണം വളരെ കുറച്ച് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം ഈ 7 ക്വസ്റ്റ്യൻസ് എഴുതിയതിൽ അത്ര കോൺഫിഡൻ്റ് അല്ലെങ്കിൽ, നേരത്തെ നമ്മളിവിടെ എക്സ്ക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, യുഗ്ബോധിന്റെ കനുപ്രിയയുടെ ക്വസ്റ്റ്യൻ, ഈ 20th ക്വസ്റ്റ്യൻ, ഇതിൽ നിങ്ങൾക്ക് അറിയണ പോയിന്റ്സ് മാത്രം എഴുതാം. ചെറുതായിട്ട് 5 മാർക്സിന് എഴുതണം, അത്രയും വലുതാക്കി എഴുതണമെന്നില്ല. കുറച്ച് അറിയുന്ന പോയിന്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 7 ക്വസ്റ്റ്യൻസിന് എവിടെയെങ്കിലും മാർക്ക് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് പോയിന്റ് എഴുതുന്നത് വഴി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് എസ്സേയുടെ സെക്ഷനാണ്. സെക്ഷൻ 3, റൈറ്റ് എസ്സേസ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ 2 എഴുതേണ്ട ആവശ്യമുള്ളൂ. 24th क्वेश्चन, कनुप्रिया में पौराणिक विषय के आधार पर आधुनिक संवेदना व्यक्त की है, स्पष्ट कीजिए. അപ്പം കനുപ്രിയയിലെ പൗരാണിക് വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ആധുനിക് സംവേദനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണനും രാധയും തമ്മിലുള്ള ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ആധുനിക് സംവേദന, അതായത് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞില്ല, യുഗ്ബോധിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു യുദ്ധത്തിന്റെ നിരർത്ഥകതയെ കുറിച്ചിട്ടെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന്റെ നിരർത്ഥകതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അന്ന് കുരുക്ഷേത്ര യുദ്ധം നടന്നത് ഒരു ആവശ്യമായിട്ടുള്ള കോസിനാണെങ്കിൽ കൂടിയും ആ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിനെ കാര്യമായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മുടെ കനുപ്രിയയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൃഷ്ണൻ ജയിച്ച പക്ഷത്തായിട്ട് പോലും അവസാനം ക്ഷീണിതനായി, ഒറ്റയ്ക്കായി, അവശനായി ഇരുന്നു എന്നൊക്കെയാണ് ഇതിന്റെ അവസാനത്തിൽ പറയുന്നത്. പക്ഷെ അതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത് യുദ്ധങ്ങളുടെ നിരർത്ഥകതയെ കുറിച്ചിട്ട് തന്നെയാണ്. കാരണം നമ്മൾ അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധങ്ങൾ ചെയ്യുന്നു, ദെൻ അതുകൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാവുന്നത്? 2 പക്ഷങ്ങൾക്കും നഷ്ടം ഉണ്ടാവുന്നു. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട്
ഈ ഒരു യുദ്ധത്തിൽ വിജയം കൈവരിച്ചാലും നമുക്കൊരു നേട്ടത്തിന്റെ ഫീലിംഗ് ഇല്ലാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കനുപ്രിയയിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ ഭാഗത്തിലത്തെ പോയിന്റ്സ്, എല്ലാ സെക്ഷനിലത്തെ പോയിന്റ്സും ആലോചിച്ച് അതിനെ ഓർഡർ ചെയ്ത് പാരഗ്രാഫ് ആക്കി, പ്രത്യേകിച്ച് ഇത് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓർഡർ ചെയ്ത് 2 പേജ് എഴുതണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കനുപ്രിയയിൽ നല്ല ഹോൾഡ് ഉണ്ട്, കനുപ്രിയയുടെ എല്ലാ ഭാഗങ്ങളും അറിയാന്നുണ്ടെങ്കിൽ ഇത് എഴുതാനും ഈസിയാണ്. പക്ഷേ ഇതിൽ 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ എന്തെങ്കിലും അവൈലബിൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലാവുമ്പോൾ സീലിംഗിന്റെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 25th ക്വസ്റ്റ്യൻ, क्या आधुनिक औरतें बेजगह है, बेजगह कविता के आधार पर स्पष्ट कीजिए. ഓക്കെ, അപ്പം ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എപ്പോഴും ഒരു ടൈറ്റിൽ കൊടുക്കണം. ആദ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. ബേജഗ ഓരത്തെ, അല്ലെങ്കിൽ ഓരത്തെ ബേജഗ ആജ് ബി ഓർ കൽ ബി, അങ്ങനെ എന്തെങ്കിലും ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫില് കവിയത്രീനെ കുറിച്ചിട്ടും ഈ ഒരു കവിതയെ കുറിച്ചിട്ട് ജനറൽ ഒരു ഐഡിയ കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫില് ഈ ബേജഗ എന്നുള്ള കവിതയുടെ സമ്മറി എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യാം, അപ്പൊ ഈ ബേജഗ എന്ന് പറഞ്ഞ കവിത എന്ന് പറയുന്നത് ജനറൽ ഒരു എന്താണ് സ്ത്രീകളുടെ സിറ്റുവേഷനെ ചിത്രീകരിക്കുന്ന ഒരു കവിതയാണ്. എന്നിട്ട് പണ്ടത്തെ സ്ത്രീകൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ചിത്രീകരിക്കുക. അപ്പോൾ ഈ ബേജഗ എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്നുണ്ട്, औरतें नाखून और झड़े हुए बालों की तरह होती है, उन्हें बुहार दी जाती है എന്നൊക്കെ. എന്നിട്ട് ആ ഒരു ടൈറ്റിൽ, ആ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയുക, പെഹലെ അങ്ങനെ തന്നെ ആയിരുന്നു, പെഹലെ भी ऐसा ही होता था, आज भी ऐसा ही होता है. हम कहते हैं कि हमारा समाज पहले से बहुत आगे बढ़ चुका है, मगर सही तरह से ठीक से देखेंगे तो हमें आज के समाज में भी यह सब दिखाई देंगे. आज भी औरतों को या लड़कियों को कई चीजों के लिए रोक टोक सहना पड़ता है. उनके लिए कई सारे नियम है. अगर उनके साथ कुछ बहुत बुरा होता है तो उस बात के लिए भी उन्हें ही जिम्मेदार ठहराया जाता है. അതായത് ഞാൻ പറഞ്ഞ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും ആ ഒരു വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഈ ടീസിങ് ആയിക്കോട്ടെ, റേപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും അതിനെല്ലാം ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോംസ് ആണ് അത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ടൊരു ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും കാര്യമായിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഹിന്ദിയിൽ തന്നെ എഴുതാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. आज भी घर के सारे काम लड़कियों से करवाया जाता है, मगर बड़े होते हुए लड़कों से कोई काम नहीं करवाते. आगे जाकर दोनों को कई तरह के हालातों से गुजरना पड़ेगा, तो क्यों हम लड़कियों को ही ये सब सिखाते हैं, लड़कों को भी कभी ना कभी ये करना ही पड़ेगा ना. और समाज में बहुत लोग ऐसे भी हैं जो कहते हैं आज लड़कियों या औरतों को रसोई के 4 दीवारों से मुक्ति मिल चुकी है, रिहाई मिल चुकी है, तो ये बड़ी बात है. मगर उससे भी बड़ी एक बात है, अब उनका काम बढ़ गया है. अब वो क्या करती है, अगर उसके पास कोई काम है, घर के काम के अलावा और भी काम है, वह काम पर जाती है तो उसको सुबह बहुत जल्दी उठ के घर के सारे काम समाप्त करके अपने काम पर जाना होता है. यहाँ पर भी उसका हाथ बटाने के लिए कोई नहीं आता. ഇനി കൺക്ലൂഷൻ ആയിട്ട് ഒരു 2 ലൈനിൽ എഴുതി അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല. तो हम कह सकते हैं कि आज भी औरतें बेजगह है, इसलिए अनामिका जी की कविता का महत्व आज भी है. ഇതൊരു പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ബേജഗ എന്ന് പറഞ്ഞ ഈ കവിതയുടെ സമ്മറി ഓൾറെഡി അറിയാന്നുണ്ടെങ്കിൽ
മെജോറിറ്റി പോർഷൻ എഴുതി തീരും. പിന്നെ ലാസ്റ്റ് നമ്മളുടേതായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇത്തരം പോംസ് അല്ലെങ്കിൽ സ്റ്റോറീസ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ആ ഒരു ലിറ്ററേച്ചർ വായിച്ച് അത് മനസ്സിലാക്കി എഴുതി മാർക്സ് വാങ്ങാൻ വേണ്ടി മാത്രമല്ല. ഇപ്പം ഈ ബേജക എന്ന് പറഞ്ഞ പോയത്തിനൊക്കെ വളരെയധികം സോഷ്യൽ അവെയർനെസ് ഉണ്ട്. നമ്മൾ സൊസൈറ്റിയിൽ കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷനെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പോംസ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് ഈ ഒരു എസ്സേ നന്നായിട്ട് എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 26 क्वेश्चन, कृषि के आधुनिकीकरण के दोष को बीज व्यथा कविता में किस तरह दिखाया है. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയാലും ഇനിയിപ്പം എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് റൈറ്ററിനെ കുറിച്ചിട്ട് എഴുതുക, ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതുക. അതിനുശേഷം ഈ ബീച്ച് വ്യത എന്നുള്ള പോയത്തിന്റെ സമ്മറി എഴുതാണ് വേണ്ടത്. ഈ ആധുനികീകരൺ വന്നപ്പോഴുള്ള ദോഷങ്ങളെ കുറിച്ചിട്ട് ആ ഒരു പോയത്തിൽ ഒരുപാട് നല്ല നല്ല എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ പറയുന്നുണ്ട്, ഇത്തരം ടെക്നോളജി വെച്ചിട്ട്, ഈ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ടിഡിദലിനെ പോലെയാണ്, നമ്മുടെ നേറ്റീവായിട്ടുള്ള സീഡ്സിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ കയ്യിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ആ ടെക്സ്റ്റിലെ തന്നെ കാവ്യസാർ വായിച്ചിട്ട് പോയാൽ മതി. എക്സ്റ്റേണൽ ഗൈഡ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും റെഫർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അത് വായിക്കുക, പോം നന്നായി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് 2-4 ലൈൻസ് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതും അപ്പം പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്, ഈസിലി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ബീജ് വ്യതയുടെ ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു തന്നെ ഇരിക്കണം. 27th क्वेश्चन എന്ന് പറയുമ്പോൾ मेरा अधिकार कहाँ है कविता में निम्न वर्ग एवं उच्च वर्ग के अंतर को मार्मिक ढंग से दिखाया है, स्पष्ट कीजिए. ദെൻ ഈ ക്വസ്റ്റ്യനിലും വീണ്ടും വരുന്നത് മേരെ അധികാർ കഹാ ഹെ എന്നുള്ള ആ ഒരു കവിതയുടെ സമ്മറി എഴുതാണ്. എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് പറയാ इस कविता में निम्न वर्ग एवं उच्च वर्ग के अंतर को मार्मिक ढंग से दिखाया है. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യനത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുത്തെഴുതാവുന്നതാണ്. ഇനിയും കനുപ്രിയയിൽ നിന്നോ അല്ലെങ്കിൽ ഈ രണ്ട് ടെക്സ്റ്റിലും ഫുള്ള് കവിതകളായതുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള ഒരു ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നത്. ഇത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓട്ടോണമസ് കോളേജസിലൊക്കെ പഠിക്കുന്നവരുണ്ട്, അവരുടെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം കാരണം ഡിഫറെൻറ്റ് മോഡൽസ് കിട്ടുമല്ലോ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. അപ്പം അതും കൂടി റെഫർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും.